ശ്രീകുമാർ ഇവിടെ എത്താമേ ശ്രീകുമാർ ഇവിടെ ഈ ഒരുപക്ഷെ ആ ലേഖനം വായിച്ചാൽ ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ സ്വയം പറയുന്ന പോലെ പല ഘട്ടത്തിൽ നമുക്ക് തോന്നാമെങ്കിലും അദ്ദേഹം പറയുന്ന ഉള്ളതാണല്ലോ. അദ്ദേഹം തരൂർ മെറ്റലുള്ള വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ മെറ്റൽ അന്താരാഷ്ട്ര തലത്തിലും രാജ്യത്തുമൊക്കെ തെളിയിച്ച വ്യക്തിയാണല്ലോ. 4 തവണ വിജയിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ മാത്രം ഒരു ക്രെഡിറ്റായി കാണാൻ കഴിയില്ല. ആ സ്ഥാനാർത്ഥി മേന്മ കൂടിയാണല്ലോ. എന്ന് പറഞ്ഞാൽ മറ്റു രാഷ്ട്രീയ നേതാക്കളെ കൈകാര്യം ചെയ്യുന്ന മട്ടിൽ തന്നെ തരൂരിനെ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് പാളിച്ചയുണ്ടോ? തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന വർഷം അദ്ദേഹത്തെ ചേർത്ത് നിർത്താനാണോ ശ്രമിക്കേണ്ടത്? പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയാണോ വേണ്ടത്? ശ്രീകുമാർ നോക്കൂ, ഇവിടെ ശ്രീ KB തോമസ് മാഷ് വളരെ ശ്രദ്ധയോടെയാണല്ലോ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ശശി തരൂരിനെ ചില പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞ് ഒപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് പരിഗണന കൊടുത്തുകൊണ്ടാണല്ലോ അദ്ദേഹം 4 തവണ MP ആയത്. അദ്ദേഹം മാത്രമല്ലല്ലോ, ഒരുപാട് പേര് അദ്ദേഹത്തെ പോലെ 4 തവണ 5 തവണ MP മാരായി കേരളത്തിൽ. അവർക്കെല്ലാവർക്കും ജനസ്വാധീനമുണ്ട്. മാത്രമല്ല 1.5 ലക്ഷം വോട്ടുകൾക്ക് CPM-ൻ്റെ മണ്ഡലങ്ങളിൽ വടകര, അതുപോലെ പാലക്കാട്, അതുപോലെ കണ്ണൂർ, ഇവിടെയൊക്കെ 1 ലക്ഷവും 1.5 ലക്ഷവും 75,000-ത്തിനൊക്കെ അല്ലേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ശശി തരൂർ ജയിച്ചത് ഇത്തവണ 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. അത് ആലോചിക്കണം. അപ്പോൾ എല്ലാ നേതാക്കൾക്കും ജനപിന്തുണയുടെ കാര്യത്തിൽ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ശശി തരൂരിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് അദ്ദേഹം തുടർന്ന് പറയണ്ടേ ഹഷ്മി? അദ്ദേഹം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അവരത് എഴുതുക, എന്നിട്ട് എനിക്ക് വേറെ എന്നെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഒരുപാട് സമയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എഴുത്തുണ്ട്, വായനയുണ്ടെന്നൊക്കെ പറയാം. അതിനൊക്കെ ഇതൊക്കെ പറയേണ്ട ഒരു സാഹചര്യം എന്താ ഉള്ളത്? ഒന്നിൽ പറയണം, എനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ എനിക്ക് പറ്റില്ല, എന്നെ ഉപയോഗപ്പെടുത്തുമോ? പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയൂ. അല്ലെങ്കിൽ എന്നെ AICC പ്രസിഡൻറ്റ്, അദ്ദേഹം മത്സരിച്ചല്ലോ, തോറ്റുപോയതല്ലേ, അത് പാർട്ടി അംഗീകാരമല്ലേ മാഷേ? AICC പ്രസിഡൻ്റായിട്ട് ശശി തരൂർ മത്സരിക്കുമ്പോൾ മത്സരിക്കേണ്ട എന്നുള്ള തിട്ടൂരും അല്ലല്ലോ കൊടുത്തത്. മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ എന്താ പറയുന്നത്? ഇനി ശശി തരൂരിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാക്കിയില്ലേ? ആ വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കിയപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചില്ലേ? എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം ആ പത്രത്തിൽ പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ, എന്തോ വർക്കിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റിയല്ലേ, കമ്മിറ്റിയിൽ ആൾക്കാരുണ്ടാവില്ലേ? അല്ല ശ്രീകുമാർ, അത് തന്നെയാണ് KB തോമസ് പറഞ്ഞത്. താങ്കൾ പറയുന്നത് എന്താണ്? താങ്കൾ പറഞ്ഞതും ഞാൻ KB തോമസിനോട് ചോദിച്ചതും ഒരു സാധാരണ, ഇപ്പൊ KB തോമസിന് എല്ലാ പദവികളും കിട്ടിയല്ലോ, പിന്നെ എന്തിനു പോയി എന്നത് ചോദിക്കാൻ കഴിയും. കാരണം KB തോമസ് ഒരു ഒന്നാം തരം രാഷ്ട്രീയക്കാരനാണ്. തോമസ് മാഷ് പറയുന്നത് എന്താണ്? തരൂരിനെ അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരെയും കാണുന്ന പോലെ കാണല്ലേ, അദ്ദേഹത്തെ വേറൊരു രീതിയിൽ കൈകാര്യം ചെയ്യൂ, വേറൊരു നയത്തിൽ കൈകാര്യം ചെയ്യൂ. കാര്യം അദ്ദേഹം അസറ്റാണേ, അദ്ദേഹം സ്വത്താണ്, പാർട്ടിക്ക് സ്വത്താണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിന് ഒരു പ്രാധാന്യം, ഒരു പ്രോമിനൻസ് കിട്ടുന്നുണ്ട് എന്നൊരു പെർസെപ്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായി കൊടുക്കുക. അതൊക്കെ വലിയ ആനക്കാര്യമാണോ ശ്രീകുമാർ? നോക്കൂ ഹഷ്മി, കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല. ശശി തരൂർ വന്ന MP ആയ വർഷം തന്നെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി. ഇതുപോലെ തന്നെയാണ് നട്വർ സിംഗിനെ കോൺഗ്രസ് കൈകാര്യം ചെയ്തത്. ഇതുപോലെ തന്നെയാണ് KR നാരായണനെ കോൺഗ്രസ് കൈകാര്യം ചെയ്തത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മണിശങ്കരയ്യരെ കോൺഗ്രസ് കൈകാര്യം ചെയ്തത്. പക്ഷെ അന്ന് ഭരണം ഉണ്ടായിരുന്നു. ഭരണമില്ലാതിരിക്കുമ്പോൾ ഒരാൾക്ക് പരിഗണന കൊടുക്കുന്ന ഒരു പരിമിതിയില്ലേ? UDF പ്രതിപക്ഷത്ത്, ലോക്സഭയിൽ പ്രതിപക്ഷത്ത്, കോൺഗ്രസ് പ്രതിപക്ഷ നേതൃപദവിക്ക് അർഹമായത് ഇക്കാലത്തല്ലേ? കഴിഞ്ഞ തവണ അതും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഭരണമില്ലാത്തൊരവസ്ഥയിൽ എന്ത് പരിഗണന ഇതിലും കൂടുതൽ കൊടുക്കുക? പാർലമെൻ്ററി സമിതിയിലെ ഒരു കാലത്ത് എല്ലാ ശശി തരൂരിന് കൊടുത്തിരുന്നല്ലോ. അദ്ദേഹത്തിന് പാർട്ടിയിൽ സ്ഥാനം കൊടുത്തു, പാർലമെൻ്ററി സംവിധാനത്തിൽ സ്ഥാനം കൊടുത്തു. അദ്ദേഹത്തിന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലം വന്നപ്പോൾ പാർട്ടിയുടെ നയരൂപീകരണ സമിതിയിലെ ചെയർമാനാക്കി. അതുപോലെ മറ്റുള്ള നമ്മളുടെ ഈ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലെ ചുമതലക്കാരനാക്കി. ഇതൊക്കെയല്ലേ കാര്യം? പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം വലിയൊരാളാണെന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്, വലിയ ആളാണ്. പക്ഷെ ഒരു സംഘടനയല്ലേ വലുത്? സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടന ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ട് ശശി തരൂരിൻ്റെ പ്രത്യേക പരിഗണന എന്ന് തോമസ് മാഷ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? എന്താണ് ഒരു പാർട്ടിയിലെ എല്ലാവർക്കും ഒരേപോലെയല്ലേ കൊടുക്കേണ്ടത്? അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞത് IAS തലപ്പത്ത് നിന്ന് വരുമ്പോൾ കേന്ദ്രമന്ത്രി നമ്മുടെ കേരളീയനെ കൃഷ്ണകുമാറിൻ്റെ പാർട്ടി എന്താ കാണിച്ചത്? പക്ഷെ അത് കേന്ദ്രത്തിൽ ഭരണം ഉണ്ടായിരുന്നു കശ്മീർ. ഭരണമില്ലാത്ത കാലത്ത് ഇത് തന്നെയുള്ളൂ. അപ്പോൾ ശശി തരൂരിന് എന്തോ ഒരു അതായത് ഒരുപാട് പേര് അധികാരത്തിലെത്തുന്നു, എനിക്ക് അധികാരത്തിലെത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ എന്നൊരു തോന്നൽ വന്നാൽ ഇങ്ങനെ
സംഭവിക്കുള്ളൂ. പക്ഷേ ശശി തരൂർ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ഭരണപക്ഷത്തുള്ള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം കേരളത്തിലെ UDF-നെ എതിർക്കുന്ന LDF-നെ പുകഴ്ത്തുന്നു, കേന്ദ്രത്തിലും മോദിയെ പുകഴ്ത്തുന്നു. നോക്കൂ, ഈ അടുത്ത കാലത്ത് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ, കണക്കുകളുടെ വ്യത്യാസത്തിൽ നമ്മളുടെ സതീശൻ, VD സതീശൻ അത് മനസ്സിലാക്കി കൊടുത്തിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. ഇനി അതൊക്കെ പോട്ടെ, കേരളത്തിലെ പ്രതിപക്ഷം നല്ല കാര്യം ചെയ്യുന്നില്ലേ ഹാഷ്മി? UDF നല്ല കാര്യം ചെയ്യുന്നില്ലേ? UDF-ൻ്റെ ജനപിന്തുണ വർദ്ധിച്ച് അദ്ദേഹം കാണുന്നില്ലേ? LDF-നെ പുകഴ്ത്തുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ UDF-ൻ്റെ പ്രവർത്തനവും നല്ലതാണെന്നൊരു വാക്ക് അദ്ദേഹത്തിന് പറയാൻ ഇഷ്ടം പോലെ അവസരമുണ്ടല്ലോ. ഇനി അതൊക്കെ പോട്ടെ, മിനിങ്ങാന്നത്തെ സംഭവം എടുക്കും, ഇന്നലത്തെ എടുക്കൂ. നിക്ഷേപ സംഗമത്തിൽ VD സതീശനും INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരന് കൃത്യമായി പങ്കെടുത്തു ഇല്ലേ? ശരി, അവർ പങ്കെടുത്ത നല്ല കാര്യമാണ്. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് VD സതീശൻ തെളിയിച്ചു എന്നെന്താ ശശി തരൂർ ഒരു പ്രസ്താവനയിലൂടെ പറയായിരുന്നത്? അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം തരൂരിന്റെ പ്രശ്നം ഈ പറയുന്ന ഇച്ഛാഭംഗമോ എന്തോ സങ്കടമോ ഒക്കെയാണ്. പറഞ്ഞു നിർത്തിക്കോട്ടെ, ഒറ്റ മിനിറ്റ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല ഹസ്ബി, ഒരൊറ്റ മിനിറ്റ്, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. അതായത് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി എന്തിനാണ്? നയരൂപീകരണത്തിനാണ്. അതിൽ നയരൂപീകരണത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള നേതാക്കളെല്ലാം ഉൾപ്പെടുത്തുക. അതിലൊരാളാണ് ശശി തരൂർ. അദ്ദേഹം പറഞ്ഞത് എന്താ? ജനറൽ സെക്രട്ടറിമാരായ യോഗത്തിൽ വരുന്നു, സ്പെഷ്യൽ ഇൻവൈറ്റീസ് വരുന്നു, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ വരുന്നു, ഒരു മുറിയിൽ ഒരുപാട് പേരിരിക്കുന്നു. അങ്ങനെയല്ലേ ചർച്ച ചെയ്യുക? അതല്ലേ ജനാധിപത്യം? അതല്ലാതെ ഓരോരുത്തരായിട്ട് അഭിമുഖമാണോ? AICC പ്രസിഡന്റിനെ ഓരോരുത്തർ പോയി കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ് അങ്ങനെ പറയുകയാണ് ഒരു പാർട്ടി ചെയ്യുക? CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇത്ര അംഗങ്ങളേ ഉള്ളൂ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഇത്ര അംഗങ്ങളുണ്ട്. അതൊക്കെ ശശി തരൂർ മനസ്സിലാക്കിയിട്ടല്ലേ 2014 വർഷം മുമ്പ് കോൺഗ്രസ്സിൽ വന്നത്? അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഓർക്കണം. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ BJP-യിൽ പോകാത്തത് അവരുടെ ഹൈന്ദവ വർഗീയത, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ചേരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിലെന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഇപ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ BJP-യിലെയും അതുപോലെ CPM-ലും? അത് അദ്ദേഹം പറയണം. അദ്ദേഹം എന്നും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ UDF-നെയും പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തുന്നു, കേന്ദ്രത്തിലെ ഒരുപാട് വിഷയങ്ങൾ വരുന്നു, അതൊക്കെ അംഗീകരിക്കുന്നു, അവിടെ കോൺഗ്രസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാണ്ട് അവസാനം കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ജയിക്കില്ല എന്ന് പറയുന്നു. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഷിജു ഖാന്റെ പാർട്ടിയിലാണെങ്കിൽ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ തലവേദന പല രോഗങ്ങളുടെയും അണ്ടർലൈൻ അല്ലെങ്കിൽ ലക്ഷണമെന്ന് പറയുന്ന പോലെ തരൂരിന്റെ പ്രശ്നം വികസനമൊന്നും അല്ലെങ്കിലോ. തരൂരിന്റെ പ്രശ്നം അദ്ദേഹത്തിനുള്ളിൽ കിടക്കുന്ന ഈ പറയുന്ന പോലുള്ള ഇന്നിപ്പോൾ ലേഖനത്തിൽ പുറത്തു വന്ന പോലുള്ള ഇച്ഛാഭംഗങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ആണെങ്കിലും